ഇവക്കൊരാഗ്രഹം ഇന്നൊരു ബീഫ് ബിരിയാണി കഴിക്കണം. എന്നാൽ പിന്നെ അത് നമുക്ക് റെഡി ആക്കി കൊടുക്കുക വെച്ചിട്ട് നേരെ മാർക്കറ്റിലേക്ക് ഒന്ന് പോയതോ. ഇത് രാത്രിയുള്ള മാർക്കറ്റാണ്. പോകുമ്പോൾ അത് ഇഷ്ടം പോലെ മീൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ട്രോളിങ് കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് മീനുണ്ട് ഇവിടെ. നിങ്ങളുടെ നാട്ടിൽ ബീഫിന് എന്താ വില? ഇവിടെ നമ്മുടെ കണ്ണൂർ വരുന്നത് എല്ലാത്ത ബീഫിന് 400 രൂപയാണ്. അപ്പോൾ 2 കിലോ അരിക്കില്ല ബിരിയാണിയാണ് ഇപ്പോൾ വെക്കുന്നത്. 1 കിലോ ബീഫിന് 200 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മസാലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആറ് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റൈസിന് വേണ്ടി ജീരകശാല അരിയാണ് എടുത്തത്. അപ്പോൾ ഈ അരിയുടെ അളവ് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഇത് എടുത്തിട്ട്. അപ്പോൾ ഇത് 1 കിലോ അരിയാണല്ലോ കേട്ടോ. അപ്പോൾ ആദ്യം അരി ഇടുക. രണ്ട് ബേ ലീഫ്, അതുപോലെ തന്നെ കറുകപ്പട്ട, ഒരു ചെറുനാരകയുടെ നീര്, അരിക്കാവശ്യമായ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നെയ്യ് ഒഴിച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിലടിച്ചാലും കുറച്ച് സമയം അങ്ങനെ വെക്കണം, അതിൻ്റെ എയർ ഫുള്ളായിട്ട് പോകുന്നവരെ. മസാല തയ്യാറാക്കാം. വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ പെരിഞ്ചീരകം ഇടുക. ഇടുമ്പോൾ തന്നെ ഒരു മണം വരും. പിന്നെ കറി ലീഫ്, ബേ ലീഫ്, ഗ്രാമ്പൂ, കറുകപ്പട്ട, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി മിക്സ് ആയിട്ടിടുക. പിന്നെ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുക. ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, എല്ലാം ചേർത്തൊരു പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് തക്കാളി കൂടി ചേർക്കുക. അതിനുശേഷം വേവിച്ചെടുത്ത ബീഫ് ഇതിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് മാറ്റുക. ദമ്മിടുന്നതിന് വേണ്ടി റൈസ് ഇങ്ങോട്ടേക്ക് മാറ്റുക. 2 ലെയറായിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്. കുറച്ച് മസാല മാറ്റിയതിന് ശേഷം 1 ലെയർ നമുക്ക് റൈസ് ഇടാം. പിന്നെ അതിന് മുകളിലായി കുറച്ച് ബീഫ് കൂടി വെച്ച് കൊടുക്കാം. മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ നെയ്യ് ചൂടാക്കിയ ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വഴറ്റി ഇതിനോട്ട് ചേർക്കാം. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കാം.
നിന്റെ ബിരിയാണി എന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാ?